വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛനായി കോട്ടയത്തിനടുത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്താണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചാപ്ലൈനായിട്ട് പ്രവർത്തിക്കുവാൻ സഭ നിയമിക്കപ്പെട്ടവരാണ്. ഇപ്പം എൻ്റെ ജോലി ആശുപത്രികളിലൊക്കെ വിസിറ്റ് ചെയ്യണം, സാമ്പത്തികമായി ഞെരുക്കമുള്ളവരെ സഹായിക്കണം, അല്ലാത്ത വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ. അപ്പോൾ ഒരുപാട് പേർ പൈസ കൊണ്ടുവന്ന് തരും, അതുപോലെ തന്നെ ഒരുപാട് പേർ സഹായത്തിനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം അധികാലത്ത് ഒരാൾ കാണുന്നു, നല്ല ടിപ്പ് ടോപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് നല്ല ഷേവൊക്കെ ചെയ്ത് എടുക്കണം. അപ്പോൾ അദ്ദേഹം അടുത്ത് വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് വായ തുറന്നപ്പോഴേ കുഴപ്പമാണ്, ഗുമ അടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അർത്ഥം തലേ ദിവസം സ്വല്പം സേവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ കേൾക്കുന്നത്, ഈ മണം വരുന്നത്. 2 ദിവസം അച്ഛാ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അച്ഛൻ എന്തെങ്കിലും ഒന്ന് തരണം. അപ്പം ഞാൻ കുറച്ച് പൈസ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിതീരിക്കരെ ആചാര്യ. അതുകൊണ്ട് തോമസ് അപ്പോസ്തലൻ വന്നപ്പോൾ മുങ്ങിയ കൂട്ടത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലാണെന്നാണ് പറഞ്ഞു വെച്ചത്. തൊഴിലെന്താണ്? ഭിക്ഷയാചിക്കൽ. പണി എന്താണ്? കള്ളുകൂടി. എന്നാലും പറയുന്നത് ഞാൻ നിതീരിക്കലാണ്. തോമസ് അപ്പോസ്തലൻ വന്നപ്പോൾ മുങ്ങിയ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ എൻ്റെ അപ്പൻ, വല്യപ്പൻ. വല്ല ഗുണമുണ്ടോ? ആ കുടുംബത്തിൽ പിറന്നു എന്ന് പറയുന്നത് തന്നെ ആ കുടുംബത്തിന് ക്ഷീണമാണ്. നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളതിന് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. ഉണ്ടോ? ഇന്ന വീട്ടിൽ ജനിച്ചു, ഇന്ന അപ്പൻ്റെ മകനായി ജനിച്ചു, ഇന്ന അമ്മയുടെ മകളായി ജനിച്ചു എന്നുള്ളതിന് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല. നിയന്ത്രണമില്ലാത്ത ഒന്നിനെക്കുറിച്ച് ഊറ്റം കൊണ്ടിട്ട് എന്നാ ഗുണം? വല്ല ഗുണമാണ്? ഒരു ഗുണവുമില്ല. നിയന്ത്രണമുള്ളതിനെ ഏറ്റവും ഭംഗിയായി ചന്തമായി നിർവഹിക്കുന്നതിലാണ് ഊറ്റം കൊള്ളേണ്ടത്, അതിലാണ് സന്തോഷിക്കേണ്ടത്, അതിലാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ആ മനുഷ്യൻ തോമസ് അപ്പോസ്തലൻ വന്ന കുടുംബത്തിൽ ജനിച്ചാന്ന് പറഞ്ഞിട്ട് എന്നാ ഗുണം? കാരണം ആ കുടുംബത്തിൽ ജനിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിയന്ത്രണമില്ലാത്ത ഒന്നാണ്. പക്ഷെ നിയന്ത്രണമുള്ളത് ഏറ്റവും മോശമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെന്ത് അഭിമാനിക്കാനാണ്? അല്ലെന്ത് ഊറ്റം കൊള്ളാനാണ്? അതുകൊണ്ട് ഇന്ന കുടുംബത്തിൽ പിറന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ആ കുടുംബത്തിൽ പിറന്നതിനൊത്തവണ്ണം ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും ദൈവനാമഹത്വത്തിനുമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തി. അല്ലേ? അതല്ലേ പ്രസക്തി? അതാണ് പ്രസക്തി. അപ്രസക്തമായതിനെ പ്രസക്തമാക്കി തീർക്കുന്ന സ്വഭാവമാണ്. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്നു, നമ്മളിപ്പം ഈ വലിയ കുടുംബത്തിൽ ജനിച്ചു, ആ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഗുണം. എൻ്റെ ഒരു കസിന് ഒരുപാട് പട്ടികളുണ്ട്. അദ്ദേഹം എവിടെ ഒരു പട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉടനെ പ്ലെയിനിലായാലും പോവും, എന്നിട്ട് ആ പട്ടിക്ക് എന്ത് കാശ് കൊടുത്താലും വാങ്ങിക്കും. ആ പട്ടിയെ നോക്കാൻ 2 പേരുണ്ട്. ആ വീട്ടിലുള്ളവർക്ക് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം പട്ടിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ ഈ പട്ടിയെ കൊണ്ട് കാണിക്കും. ഞാൻ ജീവിതത്തിൽ കാണാത്ത തരത്തിലുള്ള പട്ടികളുണ്ട്. പരന്ന മുഖം, നീണ്ട മുഖം, പൊക്കം കൂടിയത്, വളരെ ഒരു 6 ഇഞ്ച് പൊക്കമുള്ള പട്ടി തുടങ്ങി പല പല പട്ടിയുണ്ട്. അപ്പോൾ ആ പ്രാവശ്യം പുതിയ പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ പട്ടിയുടെ വല്യമ്മ വിക്ടോറിയ രാജ്ഞിയുടെ പട്ടിയാണ്.
ഏതാണ് എനിക്ക് പുതിയതായിട്ട് വാങ്ങിച്ച പട്ടിയുടെ വല്യമ്മ വിക്ടോറിയ രാജ്ഞിയുടെ പട്ടിയുടെ കൊച്ചുമോളാണെന്നാണ് പറഞ്ഞത്. വിക്ടോറിയ രാജ്ഞിയുടെ പട്ടിയുടെ കൊച്ചുമോളായാലും വഴി കിടക്കുന്ന പട്ടിയുടെ കൊച്ചുമോളായാലും പട്ടി തന്നെയാണ് അല്ലേ? വല്ല ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. പട്ടി തന്നെയാണ്. എന്നാൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല, അതൊന്നുമല്ല പ്രധാനപ്പെട്ടത്. എൻ്റെ കുടുംബത്തിൽ ജനിച്ചു, അവിടെ ജനിച്ചു, അതൊന്നും ഒക്കെ അപ്രധാനമാണ് എൻ്റെ വിശ്വാസം. ഞാനതിൽ അഭിമാനം കൊള്ളുന്നവനുമല്ല. എന്നാൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നിടത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി. അതാണ് കുടുംബ മഹിമ, അതല്ലേ കുടുംബ മഹിമ. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ കള്ളും കുടിച്ച് ഭിക്ഷ യാചിച്ച് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചാണ്, ഇന്ന കുടുംബത്തിൽ എന്നാ ഗുണം? നേരെ മറിച്ച് ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടെ എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നുവെങ്കിൽ അതല്ലേ ദൈവത്തിന് സ്വീകാര്യമായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഞാനൊരു വേദഭാഗം വായിച്ചു. ഒരുപാട് വായിച്ചിട്ട് പലതാവർത്തി വായിച്ചിട്ട് വേദഭാഗമാണ്. അടുത്ത കാലത്ത് എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്തൊരു വേദഭാഗമാണ്. അത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം ഇതാണ്. കർത്താവിനോട് പറയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവർ ഏവരുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നു, എൻ്റെ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയല്ലോ, നിന്റെ നാമത്തിൽ പ്രവചിച്ചല്ലോ, അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തുവല്ലോ, പിന്നെന്തേ നീ ഇങ്ങനെ പറയുന്നു? അപ്പോൾ കർത്താവ് ഉടനെ മറുപടി, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞു. നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയവർ, യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയവർ, പ്രവചിച്ചവർ, അവർ കർത്താവിനോട് പറയുന്നു, കർത്താവേ, ഞങ്ങൾ ഇതൊക്കെ നിന്റെ നാമത്തിൽ ചെയ്തതാണ്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ പറയുന്നത്? കർത്താവ് അപ്പോൾ മറന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇത് നിങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ടോ? എന്നെ വളരെ അസ്വസ്ഥനാക്കുന്നുണ്ട്. എപ്പോഴും അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുക. ഈ യേശുവിനെ അറിയുന്നവരെല്ലായതുകൊണ്ട് അറിഞ്ഞുകൊണ്ടല്ലേ ഈ ഒരു ഭൂതത്തെ യേശുവിൻ്റെ നാമത്തിലാണ് ഭൂതത്തെ പുറത്താക്കണേ. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുത പ്രവർത്തനം, രോഗശാന്തി, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പ്രവചിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിലാണ്. കർത്താവ് പറയുന്നത് നിന്നെ അറിയുന്നില്ലെന്ന് മാത്രമല്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നും കൂടെ വിളിച്ചു. എന്താ കഷ്ടം! എന്താ എൻ്റെ അർത്ഥം? എന്താ? നമ്മളെല്ലാവരും വളരെ 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 അസ്വസ്ഥരാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളെ ഓർത്ത് ഊറ്റം കൊള്ളുന്നവരാണ്. ഞങ്ങളത് ചെയ്തു, നിൻ്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ 1000 പേർക്ക് കിറ്റ് വിതരണം ചെയ്തു, പിന്നെന്താ രോഗികൾക്ക് കൊടുത്തു, കുട്ടികളെ പഠിപ്പിച്ചു, വീട് വെച്ച് കൊടുത്തു, ഇതൊക്കെ നമ്മൾ പറയുന്നത്. കർത്താവ് പറയുന്നു, എന്താണ് പറയുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഇത് വലിയ കടുപ്പാണ്. എന്നാൽ ആദ്യം പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, അല്ലാത്തനൊക്കെ ഔട്ടാണ്. എന്താ ഈ പിതാവിൻ്റെ ഇഷ്ടം? ഇതൊന്നും പിതാവിൻ്റെ ഇഷ്ടമല്ലേ?
മനസ്സിലാകുന്നു? നമ്മൾ അപ്രധാനമായവയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണെന്നാണ് പ്രാധാന്യം. അത് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ ഞാൻ അറിയുന്നില്ല, നീ ചെയ്യുന്നതെല്ലാം അധർമ്മമാണെന്നാണ് കർത്താവ്. പിന്നെന്താ ഈ പ്രാധാന്യം? എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? യേശു കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ യേശു കർത്താവ് എല്ലാം ഇപ്പോഴും പാപികളോടും തള്ളപ്പെട്ടവരോടും സമൂഹത്തിൽ അധമരെന്ന് ചിന്തിച്ചവരോട് കൂടെയായിരുന്നു. അല്ലേ? അങ്ങനെയല്ലായിരുന്നു? എപ്പോഴും അങ്ങനെ. യേശു കർത്താവിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം ഇതായിരുന്നു. സമൂഹത്തിൽ മാന്യന്മാരായ റബിമാരും മാന്യന്മാരും പറഞ്ഞു, ഇവനെന്ത് മനുഷ്യൻ, ഇവനെന്ത് റബിയാണ്, ഞങ്ങളെപ്പോലെയുള്ള മാന്യന്മാരോടൊപ്പം സഹവസിക്കേണ്ടവൻ സമൂഹത്തിൽ തള്ളപ്പെട്ടവരും കുഷ്ഠരോഗികളും പാളയത്തിന് പുറത്തുള്ളവരോടും ശമര്യരോടും ഭൂതഗ്രസ്തരോടും വേശ്യമാരോടും എന്നുവെച്ചാൽ പാപം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരോടും ഒക്കെ സഹവസിക്കുന്നവനാണ്. ഇവനെങ്ങനെ അങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഇതാ ചോദ്യം. ഈ ദൈവശാസ്ത്രജ്ഞൻ പറയും യേശു കർത്താവിന് പ്രിഫറൻഷ്യൽ ഓപ്ഷൻ ടുവേർഡ്സ് പുവർ ആൻഡ് പോവർട്ടി ഉണ്ടായിരുന്നു എന്ന്. അവരോട് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. അപ്പൊ സാധാരണ നിലയിൽ നമ്മുടെ മനസ്സിലൊക്കെ തോന്നാവുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ദൈവത്തിനെ എല്ലാവരും ഒരുപോലെയല്ലേ കാണാൻ പറ്റുള്ളൂ? ദൈവത്തിന് വേറെ കൃത്യം കാണിക്കാൻ പറ്റും? നമുക്ക് പറ്റും. കാരണം നമ്മൾ ദൈവം അല്ലാത്തത് കൊണ്ട് നമുക്ക് ചിലരോട് പ്രത്യേക സ്നേഹവും ചിലരോട് ചെറിയ അകൽച്ചയൊക്കെ സാധാരണ നിലയിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ദൈവമല്ല. എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിനെ, ദൈവമായ യേശു കർത്താവിനെ ചിലരോട് പ്രത്യേക സ്നേഹം കാണിക്കാൻ പറ്റും, ചിലരെ അങ്ങനെ അവഗണിക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ പള്ളിയിലെ അച്ഛനിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ എന്ത് മറുപടി പറയും? സാധാരണ നിലയിൽ നിങ്ങൾ മറുപടി തരുന്നത് അച്ഛൻ എല്ലാവരെയും ഒരുപോലെ കാണണം, അല്ലേ? നമ്മുടെ പ്രതീക്ഷ അതാണ്. അച്ഛൻ ഒരുപോലെ എല്ലാവരെയും കണ്ടെങ്കിൽ അർത്ഥം അച്ഛൻ വേദോസം വായിച്ചിട്ടില്ലെന്ന അർത്ഥം, നമ്മളും വായിച്ചിട്ടില്ലെന്ന അർത്ഥം, അല്ലേ? കർത്താവ് എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്നുവെങ്കിലും പ്രത്യേക സ്നേഹം ചിലരോടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ദൈവത്തിന് ചിലരോട് പ്രത്യേകം വാത്സല്യം തോന്നും? ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു കുട്ടി വളരെ നോർമൽ, നല്ല ആരോഗ്യമുള്ള കുട്ടി. രണ്ടാമത്തെ കുട്ടി ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റ്. നിങ്ങൾ പറയും ഇതെല്ലാം എൻ്റെ മക്കളാണ്, 2 എൻ്റെ കുട്ടികളാണ്, 2 പേരെയും ഞാൻ ഒരുപോലെ മാത്രമേ കരുതുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കാണ് ഗുണം കിട്ടാൻ പോകുന്നത്? മറുപടി പറയാൻ ഞാൻ ചോദ്യം മനസ്സിലായോ? ഒരു കുട്ടി ഹാൻഡിക്യാപ്റ്റ്, മറ്റേ കുട്ടി നോർമൽ. നമ്മൾ പറയാം 2 കുട്ടികളും എൻ്റെ മക്കളാണ്, 2 കുട്ടികളെ ഞാൻ ഒരുപോലെ മാത്രമേ കരുതുകയുള്ളൂ, സ്നേഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കാണ് ഗുണം കിട്ടാൻ പോകുന്നത്? നോർമൽ കുട്ടി. മറ്റേ കുട്ടി അവഗണിക്കപ്പെടും, ഒന്നിനും കൊള്ളാത്തത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനായിരുന്ന സമയത്ത് ഈ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പളായ ഒരു സ്ത്രീയായിരുന്നു അന്ന് വൈസ് പ്രിൻസിപ്പൽ, ഒരു ഓർത്തഡോക്സ് യാക്കോബക്കാരി. അപ്പം ഞാൻ ആ വീട്ടിലൊന്ന് കാണാൻ പോയി വെറുതെ. അപ്പം അവരുടെ ഒരു എൻ്റെയും അവരുടെയുമായ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അവരെ ഒരുമിച്ചാണ് ഞാനവിടെ പോയി. അവിടെ പോയപ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നെ അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർക്ക് 2 മക്കളാണ്. മൂത്ത കൊച്ചൻ ഹാൻഡിക്യാപ്റ്റാണ്, 2 ക്രച്ചസിലാണോ നടക്കുന്നത്. രണ്ടാമത്തെ കൊച്ചൻ വളരെ മിടുക്കനാണ്, നല്ല സ്മാർട്ടായിട്ട്. ഞാൻ ചെല്ലുന്ന സമയത്ത് അത്ര വയസ്സൊന്നുമില്ല, ഒരു 6-8 വയസ്സ് 10 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ പ്രായം. അപ്പം എന്നോട് ചോദിച്ചു അച്ഛൻ എന്താ കുടിക്കാൻ വേണ്ടി? ഞാൻ പറഞ്ഞൊരു ഗ്ലാസ് വെള്ളം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈസ് പ്രിൻസിപ്പൽ ഈ ഹാൻഡിക്യാപ്റ്റായ കൊച്ചിനെ വിളിച്ചേച്ച് പറഞ്ഞു, മോനെ 2 ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുപോടാ.
ഈ പാവൻ കൊച്ചൻ ക്രച്ചസ് പിടിച്ച് ഞരങ്ങി പോയി ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് ട്രേയിൽ പിടിച്ച് 2 ക്രച്ചസും കൊണ്ട് നടക്കണമെന്ന് ഓർത്തോണം. അവർ വെള്ളം കൊണ്ടുവന്നു. വെള്ളം കുടിക്കാൻ പറ്റുമോ? എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം ഈ പാവം കൊച്ചിനെ എത്ര സമയം കഷ്ടപ്പെട്ട വെള്ളം കൊണ്ടു. അപ്പം ഞാൻ ഇറങ്ങാൻ നേരത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു, ഈ സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്നാ ഗുണം? അവിടെ നല്ല ആരോഗ്യമുള്ള മറ്റേ കൊച്ചനുണ്ടല്ലോ, അവനെ കൊണ്ടുവണ്ടേ അത് കൊടുപ്പിക്കാൻ. വിളിച്ചാൽ പോരെ, അവൻ പെട്ടെന്ന് കൊണ്ടു തരത്തില്ല. ഇവൻ എന്ത് കഷ്ടപ്പെട്ടു. അപ്പം എന്നോട് പറഞ്ഞു, ഞാനും ഇത് ചോദിച്ചതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ ഈ ഞരങ്ങി വരുമ്പോൾ എനിക്ക് വേദനയില്ലെന്നാണോ ചിന്തിച്ചത്? എന്നാൽ ഞാൻ അവനോട് പറഞ്ഞ് അവൻ ഇതൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തുണ്ടാവും? എനിക്കും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മബോധമുണ്ടാകുന്നു. അതാണ് അവൻ്റെ വളർച്ച. അതിനു വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യിക്കുന്നത്. ഈ കൊച്ചൻ പഠിച്ചിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസ്സായി. അവിടുന്ന് അത് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുത്ത് അവിടെ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു. ഞാനൊരിക്കൽ അവിടെ ആശുപത്രി ചെന്നപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ ഈ ക്രച്ചസും പിടിച്ച് അവിടുന്ന് നടന്ന് എത്രയോ സമയം എടുത്തിട്ടായിരിക്കും എന്നെ കാണാൻ വേണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് യേശു കർത്താവ് ചെയ്തത്. എന്താ? ഈ പാവപ്പെട്ടവരുടെ കൂടെ നടക്കുകയും അവർക്ക് കൈത്താങ്ങൾ കൊടുക്കുകയും സ്വന്തം കാലിൽ അവർ നിൽക്കത്തക്ക വിധത്തിൽ ആക്കി തീർക്കുകയും ചെയ്യുന്ന വിധത്തിൽ അവർക്ക് കൈ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ദൈവഹിതം. മറ്റവരോടൊപ്പം ഇവനും ആയിത്തീരും വരെയും അവനെ കൈ കൊടുക്കാൻ തക്കവണ്ണം സാധിക്കുന്നതാണ് ദൈവഹിതം. അതാ കർത്താവ് കാണിച്ച. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പലപ്പോഴും ഇത് ഉൾക്കൊള്ളാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നമ്മളൊക്കെ ചാരിറ്റിക്കാരാണ് എപ്പോഴും. കുറെ പാവങ്ങൾ എപ്പോഴും വേണമെന്നേ. നമുക്ക് കിറ്റ് കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അല്ലെ, പുസ്തകം കൊടുക്കാൻ കുറച്ച് പാവപ്പെട്ട പിള്ളേരുണ്ടാവണ്ട. അതിനൊക്കെ എല്ലാവരും വരിയായിട്ട് നിർത്തുകയും ചെയ്യും. എന്നിട്ടൊരു ഫോട്ടോ എടുക്കും. വടക്കേ പറമ്പിൽ തോമാസിൻ്റെ മകൻ കൊച്ചുകുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മുമ്പോട്ട് വന്നാട്ടെ, ഫോട്ടോ വീട് വെച്ചു കൊടുത്താൽ ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും വിളിച്ച് എന്നിട്ട് വീടിൻ്റെ താക്കോൽ ഇങ്ങനെ കൊടുക്കും. കാരണം എല്ലാവരും കാണണ്ടേ. ഈ ക്രിസോസ്റ്റം തിരുമേനി ഞാൻ മെത്രാനായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഞാൻ യുവജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. 60ാമത്തെ വർഷം യുവജന സഖ്യം അതിൻ്റെ ജൂബിലി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പരിപാടി കിട്ടി. അന്ന് കേരളത്തിൽ 10 ഭദ്രാസനങ്ങൾ, അല്ല 6 ഭദ്രാസനങ്ങൾ. അപ്പോൾ 6 ഭദ്രാസനങ്ങളിലും 6 സമൂഹ വിവാഹം തീരുമാനിച്ചു. അപ്പോൾ 10 വീതം 6, അപ്പം 60 ജൂബിലിക്ക് ബന്ധപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടി കളക്ഷനൊക്കെ നടത്തി വളരെ കേമായിരുന്നു. ട്രിവാൻഡ്രം മുതൽ തുടങ്ങി പല സ്ഥലങ്ങളിലും സമൂഹ വിവാഹം വളരെ കേമമായിട്ട് നടന്നു. റാന്നിയിലായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി അനങ്ങുന്നില്ല. അപ്പം ഞാനും സെക്രട്ടറിയും കൂടി തിരുമേനിയെ കാണാൻ പോയി. കാരണം അവിടെ കൊണ്ട് നടത്തണ്ടേ പരിപാടി. അപ്പോൾ തിരുമേനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു, തിരുമേനി ഇവിടെ ഒരു സമൂഹ വിവാഹം നടത്തണം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ തിരുമേനി വിളിച്ചു, നിങ്ങൾ എത്ര പേരെ കെട്ടി? ഞാൻ പറഞ്ഞു 10 പേര്. നിങ്ങൾ എന്തെല്ലാം കൊടുക്കും? സാമാന്യം ഭേദപ്പെട്ട വിധത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞു, നിങ്ങൾ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന പണം എന്നെ ഏൽപ്പിച്ചാൽ മതി. ഞാനത് പള്ളികളിൽ പോയി ഞാൻ തന്നെ കൊടുക്കുകയും ഞാൻ തന്നെ കെട്ടിക്കുകയും ചെയ്യും. എന്തെങ്കിലും കുറവ് വന്നാൽ അത് ഞാൻ കൊടുക്കില്ല. പക്ഷെ ഞങ്ങൾക്കത് പോരല്ലോ, സമൂഹ വിവാഹം വേണ്ടേ. സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ ചെറുക്കനും പെണ്ണിയൊക്കെ നിർത്തും. അതിൻ്റെ കൂടെ ഞങ്ങൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കൊക്കെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എന്നിട്ട് പറ്റിയെങ്കിൽ പേപ്പറിലിടണം.
അല്ലെങ്കിൽ എന്ത് ചെയ്യണം? യുവജന സഖ്യത്തിൻ്റെ മാസികയിലിടണം. വേണ്ട, അല്ല അതില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്തിട്ട് എന്നാ ഗുണം? തിരുമേനി എന്നോട് പറഞ്ഞു, ഇവർ എന്തുകൊണ്ടാണ് സമൂഹ വിവാഹത്തിന് നിന്ന് തരുന്നത്? ഞാൻ പറഞ്ഞു, ദരിദ്രരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ വലിയൊരു സമൂഹ വിവാഹത്തിന് നിന്ന് കൊടുക്കും. നിങ്ങളുടെ ആരുടെങ്കിലും മക്കളെ സമൂഹ വിവാഹത്തിന് വേണ്ടി നിർത്തി കൊടുക്കും. ആരും സമ്മതിക്കില്ലെന്ന് തിരുമേനി പറഞ്ഞു. ദാരിദ്ര്യത്തിനെ ചൂഷണം ചെയ്യുവാൻ ഞാനില്ല, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ ഞാനില്ല. ഞാനൊരു ശരിയായി അന്നൊരു മനസ്സാന്തരം സംഭവിച്ചു. അത്ര ഞാനിതിനെ ചിന്തിച്ചില്ല. കഴിഞ്ഞ മറ്റെല്ലാ സമൂഹത്തിനും പോയവനാ ഞാൻ, പ്രസിഡന്റ് എന്ന് പറഞ്ഞ പേരിൽ. ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യാൻ ഞാനില്ല. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയേ, ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണോ നാം? ദരിദ്രമില്ലാത്തൊരു സമൂഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നീ കൂട്ടായ്മ നടത്തിയാലും, നീ പ്രവചനം നടത്തിയാലും, അത്ഭുതം നടത്തിയാലും, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തമ്പുരാൻ പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. നമ്മുടെ സമൂഹത്തിന് മാനസാന്തരം അത്യാവശ്യമാണ്. ഇപ്പോഴും നമ്മൾ ഇങ്ങനെ അപ്പം നുറുക്ക് എറിഞ്ഞു കൊടുക്കുകയും കൈ നീട്ടാൻ കുറച്ച് പേരുണ്ടാകുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാധാരണ ഇപ്പോൾ ഏത് വീട്ടിൽ പോയാലും കേൾക്കുന്ന ഒന്നാണ്, പണിക്ക് ആളെ കിട്ടുന്നില്ല. പണിക്കാരെ കിട്ടുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ പണിതവരും ഞങ്ങളുടെ അടുക്കളയിൽ പണിതവരും തുണി കലക്കി തരും. ഇപ്പോഴും അവൾക്കൊക്കെ ഭയങ്കര അഹങ്കാരം. തിരുമേനി ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പറയും, ഭയങ്കര അഹങ്കാരം. ചിലർ ചിരിക്കുന്നുണ്ട്. ഈ കർത്താവ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് തിരുമേനി എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാമെന്ന്. ഇത് എല്ലാവരും മനസ്സിലാക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 കാശുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് സ്വന്തം അധ്വാനിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വെറുതെറുക്കുന്നവരാണ്. പണിക്കാരെ കിട്ടുന്നില്ല, അഹങ്കാരമാണെന്ന്. പണിക്കാരെ കിട്ടുന്നില്ല, അഹങ്കാരമാണെന്ന്. ഇവരെന്താ പണിക്ക് വരാത്തതിൻ്റെ കാരണം അവരുടെ മക്കളൊക്കെ പഠിപ്പിച്ചു. ഇവർ കഷ്ടപ്പെട്ടായാലും ഒരു അധികം ഭക്ഷണം കഴിക്കാതെ ആയാലും അല്ലെങ്കിൽ പല വീട്ടിൽ കൂലിപ്പണിക്ക് പോയിട്ടും പാത്രം കഴുകിയിട്ടും മക്കളെയൊക്കെ പഠിപ്പിച്ചു. മക്കൾക്കൊക്കെ നല്ല ജോലി കിട്ടിയപ്പോൾ മക്കൾ പറഞ്ഞു, എൻ്റെ അച്ചായ, എൻ്റെ അമ്മച്ചി, ഇനി നിങ്ങൾ പോണ്ട. ഇത്ര നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ടല്ലേ ഞങ്ങളെ പഠിപ്പിച്ചേ? ഇപ്പം ഞങ്ങൾക്ക് ജോലിയുണ്ടല്ലോ, നിങ്ങൾ പണിക്ക് പോണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ആര് പോണ്ടെന്ന് വിചാരിച്ചു? ഇത് അഹങ്കാരമാണോ? ഇത് അഹങ്കാരമാണോ? നമുക്കെന്തേ അവരും നമ്മോടൊപ്പം വളർന്നു വന്നപ്പോൾ സ്തോത്രം പറയുവാൻ സാധിക്കാതെ പോയത്? ദൈവമേ, ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നവളാണ്, ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് വളർന്നവരാണ്, ആ കുട്ടികളൊക്കെ പഠിച്ച് മിടുക്കരായല്ലോ, ആ വീടും നന്നായി, ഞങ്ങളോടൊപ്പം തന്നെ അവരും അവരുടെ മക്കളുമായി തീർന്നല്ലോ, ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ വായി തുറക്കുന്നില്ല എങ്കിൽ, ഹൃദയം അതിൽ സന്തോഷിക്കുന്നില്ല എങ്കിൽ, തമ്പുരാൻ നമ്മോട് പറയുന്നു, എന്തെന്ന്? നീ അധർമ്മം പ്രവർത്തിക്കുന്നവനാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല. നമ്മൾ എത്ര ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും, എത്ര സേവ്യാസംഘത്തിൽ പോയാലും, എത്ര ഇടോ മിഷനിൽ പ്രവർത്തിക്കാൻ പോയാലും, എത്ര രൂപ സംഭാവന കൊടുത്താലും തമ്പുരാൻ പറയുന്നു, നിന്നെ ഞാൻ അറിയുന്നില്ല. എൻ്റെ ഹൃദയം അറിഞ്ഞ് പ്രവർത്തിക്കാത്തിടത്തോളം കാലം. തമ്പുരാൻ്റെ ഹൃദയം എന്ത്? ഈ തമ്പുരാൻ്റെ ഹൃദയം വരണി എന്നെ ചെയ്യണം? തമ്പുരാനോട് ഒട്ടി നിൽക്കണം. അല്ലാത്ത ഒരാൾക്കും തമ്പുരാൻ്റെ ഹൃദയം അറിയാൻ ഒക്കത്തില്ല. അങ്ങനെ വേണം, എന്നാലേ പറ്റുള്ളൂ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ആരെ വിശ്വസിക്കുന്നു അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനെന്ന് ഉറച്ചു. ഐ നോ,
എനിക്കറിയാം. അല്ലേ? നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നില്ലേ, കാനാവിലെ കല്യാണ ഭവനത്തിൽ ആകെ കൂടി കുഴപ്പം, അല്ലേ? എല്ലാം തീർന്നു, ആ കല്യാണം നാറാൻ പോവാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മച്ചി വന്നേച്ചു പറഞ്ഞു, എൻ്റെ മോനെ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. അപ്പോൾ ആകെ കുഴപ്പമായിരിക്കുകയാണ്. യേശു പറഞ്ഞു, എൻ്റെ അമ്മയെ നമുക്ക് എന്നാ കാര്യം, കല്യാണം പുളിയോ നാറോ എന്തെങ്കിലും കാണിച്ചോട്ടെ, നമുക്ക് എന്നാ കാര്യം. എന്നാൽ യേശുവിൻ്റെ അമ്മച്ചി ചെയ്തത് എന്താണ്? നമ്മളാണെങ്കിൽ എന്ത് ചെയ്തല്ലേ? നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് മോനെ ചെയ്യടാ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഇങ്ങനെ കാണിക്കണം, എന്താടാ മറ്റാടൊന്നും സ്വസ്ഥത കൊടുക്കത്തില്ല. അതിപ്പോഴും നമ്മുടെ സ്വഭാവമായി. പിള്ളേർക്ക് ഒരിക്കലും സ്വസ്ഥത കൊടുക്കത്തില്ല, പ്രത്യേകിച്ച് അമ്മമാർ. മുടി വെട്ടറാ പഠിക്കറാ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ പിള്ളേർക്ക് യാതൊരു സ്വസ്ഥതയും കൊടുക്കത്തില്ല. അവസാനം എന്തുണ്ടാവും? പിള്ളേർ മോട്ടോർ സൈക്കിളിൻ്റെ താക്കോലെടുത്ത് ഒറ്റ പോക്ക്, പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ടായി വേദന. ഈ പിള്ളേരെയൊക്കെ കുറച്ചൊക്കെ വീട്ടിൽ അറിയണം. നിങ്ങൾ വളർത്തിയ കൊച്ചല്ലേ, ഐശുവിൻ്റെ അമ്മച്ചി കാണിച്ചതല്ലേ, പുറകെ നടന്നു, ഒറ്റ വാക്ക് പോലും മിണ്ടിയില്ല. പറഞ്ഞോ? നേരെ ജോലിക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞോ ചെയ്തോണേ. അവർ അപ്രത്യക്ഷമായി, അവർ കല്യാണത്തിന് വന്ന കസിൻസിനോട് വർത്താനം പറയാൻ പറയും. അതെന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മ അങ്ങനെ കാണിച്ചേ? ഒറ്റ മറുപടിയേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? ഷീ ന്യൂ ഹെർ സൺ വെരി വെൽ. അവർക്ക് അവരുടെ മകനെ നന്നായി അറിയാമായിരുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞാലും വേണ്ടത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് അമ്മയ്ക്ക് യാതൊരു സംശയവും. നമുക്ക് യേശുവിനെ കുറിച്ച് അറിയാം. യേശുവിനെ അറിയാവോ? അവിടെ നമ്മുടെ കുഴപ്പം. നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് ഒരുപാട് കാര്യം പറയും. കുട്ടിയോട് പറഞ്ഞു വെച്ചാൽ പോലും കുട്ടി 2 രൂപ എഴുതിത്തരും. ഒരുപാട്. യേശുവിനെ അറിയാവോ? കർത്താവ് നമ്മോട് പറയുന്ന ഇതാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമറിയുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകാൻ സാധിക്കൂ. ഭയങ്കര അല്ലേ? നീ ഭൂതത്തെ പുറത്താക്കിയാലും, നീ രോഗികളെ സൗഖ്യമാക്കിയാൽ, നീ പ്രവചിച്ചാലും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണ് ഈ കുടുംബയോഗം? കുടുംബയോഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചു എന്ന് പറയുന്നതൊന്നുമല്ല. എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീർന്ന കർത്താവിനെ ആഴത്തിൽ അറിയുന്നതിനുള്ള മുഖാന്തരമായി തീരുമ്പോഴാണ് നമ്മുടെ ഈ കൂടിയൊരു അർത്ഥവത്തായിട്ട് തീരുന്നത്. അങ്ങനെ നാം അതിനായി കൂടി വരുമ്പോൾ എന്തുണ്ടാവും? കർത്താവിൻ്റെ ഇഷ്ടമറിയുവാൻ ഇടയാകുന്ന വ്യക്തികളായി തീരും. അപ്പോഴാണ് കർത്താവിനാൽ കേൾക്കുന്നത് നല്ലവരും വിശ്വസ്തരുമായ ദാസരെയാണ്. അത് കേൾക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നുവെങ്കിൽ ഇത് വെറുതെ കൂടി വരും അല്ലേ? വെറുതെ ചോറുണ്ടടിച്ച് പോകുന്നു, അല്ല വേറെന്താ ഉള്ളത്? എന്നാൽ അതിലപ്പുറമായി കർത്താവിൻ്റെ ഹൃദയം ആഴത്തിൽ ഉള്ളതിൻ വണ്ണം അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന കൂടിവരവായിട്ട് തീരുമ്പോൾ നമ്മുടെ ഈ കുടുംബയോഗം അർത്ഥവത്തായി തീരുകയും ഈ കുടുംബയോഗം ലോകത്തിന് യേശുവിൻ്റെ സ്നേഹത്തെ പ്രഖ്യാപിക്കുന്ന ഒരു കൂടിവരവായി തീരുകയും ചെയ്യും. അതിന് ദൈവം തമ്പുരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിപ്പാൻ ലഭിച്ച സന്തോഷവും അറിയിച്ചുകൊണ്ട്